നമസ്കാരം, സ്വപ്നാസ് ബ്ലോഗ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള കുറക്കമ്പാറയിലേക്കാണ്. കരിങ്കല്ലിൽ കലാവിരുത് മെനയുന്ന ഒരു കൂട്ടം ശില്പികളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് അവരുടെ വിശേഷങ്ങളുമായി പോകാം. ഗിരീഷ വിളക്ക് ഇതാണ് മീസാങ്കൽ വീശാങ്കല്ല്. മുസ്ലിം സഹോദരങ്ങളുടെ മരണശേഷം ഖബറിൽ വെക്കാൻ ഇതാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു തോണിയാന്ന് തോന്നുന്നു, അതോ തൊട്ടി, എന്തോ സംതിങ് കറക്റ്റ് നമുക്ക് അറിയണില്ല. അപ്പൊ അതില് നല്ല ഭംഗിയിൽ കണ്ട മനോഹരമായിട്ടുള്ള അവരുടെ ശില്പചാതുരി. ഇനിയും ഒരുപാട് ഇവരുടെ വിഗ്രഹങ്ങളും അത് തന്നെ ഒരുപാട് അവരുടെ സൃഷ്ടികള്, കലാവിരുതുകള് നമുക്ക് ഇവിടെ ഓരോന്നോരോന്നായിട്ട് കാണാം. വിളക്കുകളുണ്ട്, ആന, അതുപോലെ തന്നെ അരയന്നങ്ങള്, വിഗ്രഹങ്ങള്, ഒരു കുരിശ്, അതുപോലെ ഒരുപാട് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ സോപാനം, തുളസിത്തറ, പിന്നെ നമ്മുടെ പണ്ടൊക്കെ ഇപ്പോ നമ്മൾ ആരും വീടുകളിലൊന്നും അധികം ഉപയോഗിക്കുന്നില്ല, അമ്മി, അതുപോലെ കുഞ്ഞ് മരുന്നറയ്ക്കാനുള്ള കുഞ്ഞ് അമ്മി, അതുപോലെ തന്നെ ഒരുപാട് കരിങ്കല്ലിന്റെ കരവിരുതുകളാണ് ഇവിടെ നമുക്ക് നരസിംഹ വിഗ്രഹം, അതേപോലെ തന്നെ വേട്ടയക്കാരൻ, അതുപോലെ ഭഗവതി വിഗ്രഹം, ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ഇവിടെ നമുക്ക്. കുഞ്ഞ് മനോഹരമായ കൃഷ്ണ വിഗ്രഹം, അതുപോലെ കണ്ണാടി പ്രതിഷ്ഠയ്ക്കുള്ളത്, പിന്നെ ദേവി വിഗ്രഹം. ഇവിടുത്തെ കാഴ്ചകള് പറഞ്ഞാൽ തീരില്ല, അത്രയധികം കാഴ്ചകളുണ്ട്. ഓരോ പണിപ്പുരയിലും, ഓരോ ശില്പികളുടെ പണിപ്പുരയിലും ഒരുപാട് കരവിരുതുകൾ. ഇതെന്താണ് ചേട്ടാ? ഇത് കാൽപ്പീഠം. ഓക്കെ. ചെറുത് അപ്പൊ ഇങ്ങനെ ഇത് വീടുകളിൽ വെക്കാനാവൂല, ചെറുത് അമ്പലത്തിലേക്കുള്ളതാണല്ലോ. ഓക്കെ. ചിത്രകൂടക്കല്ല്. ഓക്കെ. ഇത് ചിത്രകൂടക്കല്ല് കേട്ടാ. നമുക്കൊന്നും എല്ലാത്തിന്റെയും പേരുകളൊന്നും അറിയില്ല, അതാണ് ഇവിടുത്തെ ചേട്ടന്മാരോടൊന്നും ചോദിക്കുന്നത്. ചിത്രകൂടക്കല്ല് കേട്ടാ. പിന്നെന്താ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേട്ടാ? കട്ടിലകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഓക്കെ. അപ്പൊ വീടുകൾക്ക് കൂടുതല് അമ്പലത്തിലേക്ക് എടുത്തല്ലേ? ഓക്കെ. അമ്പലത്തിലേക്കുള്ള കല്ലിന്റെ തന്നെ, കല്ലിൽ കൊത്തിയ കട്ടിളകള് കൂടുതൽ ചേട്ടാ. അപ്പൊ അവിടെ തൂണുകളല്ലേ? അത് ഓക്കെ. ഇത് അമ്പലത്തിലേക്കുള്ള ഓക്കെ. അമ്പലത്തിലേക്ക് ഇത് വീടുകൾക്കുള്ള തൂണുകളല്ലേ? വീടുകളിലേക്ക് ഇപ്പൊ കൽത്തൂണുകളൊക്കെ പണിയുണ്ടല്ലേ? ഓക്കെ. ചേട്ടന്റെ പേരെന്താ? രാജേന്ദ്രൻ. രാജൻ. ഓക്കെ.
ഈ വിഗ്രഹങ്ങളും അതുപോലെ അമ്പലത്തിലേക്കും ഇതൊക്കെ ഓർഡർ വന്നിട്ട് ഓർഡർ തരുന്നു. ആ അതൊക്കെ ഓർഡറിലാണ്. ഓക്കെ. ആ ഇവിടെ 2 ബുദ്ധന്റെ വലിയ പ്രതിമ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെയും കരിങ്കല്ലുകൊണ്ടുള്ള നിർമ്മിതികളുണ്ട്. ഇവിടെ ഒരുപാട് പണിപ്പുരകളുണ്ട്. അതിൽ ഓരോന്നും ഒരുപാട് കരിങ്കല്ലുകൊണ്ടുള്ള നിർമ്മിതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കൊടുത്തും അല്ലാത്തതൊക്കെ. ചേട്ടൻ പാരമ്പര്യ തൊഴിലേക്ക് വന്നതാ? അച്ഛൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനാണ് ഈ വീട്ടിൽ വന്നത്. മക്കളൊന്നും ആരും പഠിച്ചില്ല. പിന്നെ അച്ഛന് ഗുണല്ലേ കോറിയില്ല, കോറിപ്പണിയായിരുന്നു. കോറിയില്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? സജീവ്. അപ്പൊ എത്ര കൊല്ലായി? ഞാൻ 30 കൊല്ലായില്ലേ? എങ്ങനെ ഇവിടെ കൂടുതൽ വിഗ്രഹങ്ങളാണോ അതോ അമ്പലത്തിന്റെ പണിയാണ് കൂടുതലല്ലേ? ഈ അമ്മിയൊക്കെ ഇപ്പൊ കുറച്ചധികം അല്ല, ഇപ്പൊ പണ്ടത്തെ പോലെ യൂസ് ഒന്നുമില്ലല്ലോ. ആദ്യം അമ്മി ഈ സംഘങ്ങളിലൊക്കെ കൈയോട്ടുള്ള പണിയെല്ലാം വെച്ച് അന്ന് വിഗ്രഹങ്ങളൊന്നും ഇല്ല. അന്ന് വിഗ്രഹം ഉണ്ടാവില്ല. എല്ലാ പൂർവ്വം ആദ്യം ഈ അമ്മിയും ഇതായിരുന്നു ഇടിക്കണത്, അതായിരുന്നു കൂടുതലുണ്ടായിരുന്നല്ലേ? സോപാനൊക്കെ വല്ല അപൂർവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓരോ നാടുകളിൽ നിന്ന് ഇവിടുന്ന് കൊപ്പം ഇവിടെ ചെർപ്പളശ്ശേരി ആ ഭാഗത്തുനിന്നൊക്കെ പോയിട്ട് കൊണ്ടുവരുന്നത്. പാലക്കാട് ഭാഗത്തുനിന്നൊക്കെ. ഇപ്പൊ ഇവിടെ എല്ലാതാണ് അത്ര പണിക്കാരായി. നമ്മളച്ഛന്റെ കാലത്തൊന്നും അത്ര വലിയ പണിക്കാരില്ല. വിളക്കാണ് പിന്നെ മെയിനായിട്ട് കാര്യമായിട്ട് അടിക്കുക. വിളക്കുകളില്ലേ? കൽവിളക്കുകള് ഇവിടുത്തെ പള്ളിയിലൊക്കെ കാണാം. പള്ളിയിലും പിന്നെ അമ്പലത്തേക്ക് ഒരുപാട് ചെറുപക സാധനങ്ങളില്ലേ? നാടി നമ്മളോട് പണി. മറ്റുള്ള ഇപ്പൊ ഈ വക പണികൾക്കാണ് ഇവിടെ പിന്നെ. അന്നത്തെ കാലത്ത് ഞാനൊക്കെ പണി പഠിക്കാൻ പറഞ്ഞ കാലത്തൊന്നും ഈ പണികൾ ഇല്ല. പഠിക്കാൻ അറിയില്ല, ആൾക്കാർക്ക് അറിയില്ല. കാണാൻ പഠിച്ച ആൾക്കാർക്ക് അതിനെ പറ്റി അറിയില്ല. പിന്നെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ മറ്റുള്ള ആൾക്കാര് ഓരോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പണിയപ്പോ ഞങ്ങൾ പണിതിട്ട് ഇപ്പൊ ആൾക്കാർ പഠിച്ചു വരിക പഠിക്കാൻ വേണ്ടില്ല. താല്പര്യമുള്ള ആൾക്കാർ പഠിക്കാൻ വേണ്ടില്ല. രണ്ടാൾക്കാർ പുതിയത് ഇവിടെ പഠിക്കുന്നു. നമ്മുടെ തലമുറ ആരും പഠിക്കാനില്ല. ഇപ്പൊ അങ്ങനെ രണ്ടാളിപ്പോ പുതിയത് ഒന്ന് 10ാം പേരിനും ഒന്നിവിടെ മേലോട്ടുള്ള 2 കുട്ടികളാണ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കണല്ലേ സ്പെഷ്യലിസ്റ്റ് ആണ് പറഞ്ഞിട്ട്. നമ്മള് വന്നിട്ട് 20 വർഷമായി ഇവിടെ. 20 വർഷമായില്ലേ? എത്ര വയസ്സിൽ വന്നു? 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നതാണല്ലേ? അപ്പൊ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് കുലത്തൊഴിലാണല്ലേ? അതല്ലേ? കൂടുതൽ വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് അല്ലേ? വിഗ്രഹങ്ങളല്ലേ? അപ്പൊ ഏതൊക്കെ വിഗ്രഹങ്ങളാണ് കൂടുതൽ നിർമ്മിച്ചത്? അതല്ലേ? അതിങ്ങനെ ഒരു നിഷ്ഠയോടെ അങ്ങനെയാണോ അതിലിപ്പോ? വ്രതം എടുത്തിട്ടാണ് വിഗ്രഹങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ വിഗ്രഹം കൊണ്ടുപോയി അവിടെ 7 ദിവസം വെള്ളത്തിലേക്ക് വിട്ടിട്ട്. അപ്പൊ നമ്മള് ഉണ്ടാക്കണ ശില്പത്തിൽ എത്ര ദിവസം കൊണ്ടാണ് വിഗ്രഹങ്ങളൊക്കെ? ഒരാഴ്ച 10 ദിവസമൊക്കെ പിടിക്കും. വലിയ വിഗ്രഹങ്ങൾ 10 ദിവസമൊക്കെ പിടിക്കില്ല. ഇപ്പൊ ഈ കൊത്തുന്നത് ഏത് വിഗ്രഹമാണ്? ക്ഷേത്രത്തിന്റെ ദ്വാരപാലകം പറയും. ദ്വാരപാലകന്മാര് ക്ഷേത്രം കാക്കണവരെന്നാ പറയുന്നത്. ക്ഷേത്രം കാക്കുന്നവര്. ഓക്കെ. അതിന് മേലെ ഇങ്ങനെ ആദ്യം വരക്കൂലേ? നമ്മള് വരച്ചിട്ട് നമ്മള് കട്ട് ചെയ്തെടുക്കും. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. ഓക്കെ. അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. കയ്യില്. ഓക്കെ. കട്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല. ഓരോ പീസ് എടുത്തിട്ട് എന്നിട്ട് ഉള്ളിയും ചുറ്റിയും കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണല്ലോ. മൂഷിക വാഹനല്ലേ? ബുദ്ധൻ. അത് പിന്നെ കോഴ വിഗ്രഹം. ഇതെന്താ? കരിങ്കുത്തി ക്ഷേത്രത്തിൽ വെക്കണ പോകൂല്ലേ? ഓക്കെ. ചിത്രക്കൂടക്കല്ല് എന്ന് പറഞ്ഞത് പാമ്പങ്ങ വിളിക്കുന്നില്ല. അയ്യപ്പ വിഗ്രഹം അല്ലേ? എണ്ണക്കണ്ണൻ. ഓക്കെ. ചേട്ടാ, ഞാൻ സ്വപ്ന വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഇപ്പൊ ഇവിടുത്തെ കരിങ്കൽ വിഗ്രഹങ്ങൾ വെക്കുന്ന ശില്പിയിലാണല്ലോ. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനാണ് ഞാൻ വന്നത്. ഇത് ഇവിടെ പാരമ്പര്യമായിട്ടുള്ള ആളാണോ ഇവിടെ ഇത് എന്താ പറയാ ഈ ശില്പങ്ങളൊക്കെ കൊത്തണത്? അതോ അല്ലാത്തുള്ള ആൾക്കാരും ഉണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ?
അതായത് ഇവിടെ പാരമ്പര്യമായിട്ടാണ് സാധാരണ ഇതില്. പിന്നെ മൊത്തത്തില് പഠിച്ചു വന്നിട്ടുള്ള പുതിയ തലമുറയുണ്ട്. പുതിയ തലമുറയുണ്ടല്ലോ, പുതിയ തലമുറയിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ. അവര് ഇല്ലില്ല പാവം ഈ അതിന് ഒരു 10-15 വയസ്സുള്ള കുട്ടികളൊന്നും ഇതിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു 10-30 വയസ്സിന് ഉള്ള ആൾക്കാർ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. അത് താല്പര്യമുള്ള ആൾക്കാരല്ലേ? ശരിക്കും ചേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛണ്ട്, അല്ല അച്ഛല്ല, അമ്മ ഉണ്ട്, 2 അനിയുണ്ട്, അനിയത്തിയുണ്ട്. അത് അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു വേറെ താമസിക്കണം. അനിയൻ തറവാട്ട് നിൽക്കണം. അവൻ ലൈറ്റിലാ കർണറാണ്. ഞാൻ ഇപ്പൊ വാടക വീട്ടിൽ താമസിക്കണം. വീട് പണി പകുതി ആയിട്ടുള്ളൂ. ലൈഫ് പരിപാടിയില് കിട്ടിയില്ല. അപ്പൊ 8 വർഷമായി. ഇപ്പൊ ഏകദേശം 8 വർഷത്തോളമായി ഞാന് ഇതില് വീട് വാടക വീട് താമസിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇടനിലക്കാരില്ലാതായ കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നല്ലേ? ഇടനിലക്കാര് ഇതിപ്പോ വേറെ ഇടനിലക്കാരുണ്ട് ശരിക്കും ഞാൻ പറയുന്നത്. ഇപ്പൊ വിദേശത്ത് പറഞ്ഞാൽ ഇതില് ഇടനിലക്കാര് വന്നിട്ടാണ് നമ്മളത് പറഞ്ഞത്. നമുക്കറിയില്ല ഇവര് വിദേശത്തേക്ക് കയറ്റി വെക്കാനാണെന്ന്. ഇവിടുന്ന് പാക്ക് ചെയ്ത് പോകുമ്പോ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ വിദേശത്തേക്കുള്ളത്. അപ്പൊ നമ്മള് നമ്മളെ ഇതിലിപ്പോ നമുക്ക് എന്താ പറയാ ജീവിക്കാനുള്ള ഇത് നമുക്ക് വരുമാനം കിട്ടാറുണ്ടോ? അതോ കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാ. ഈ തൊഴിലുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ജീവിച്ച് മുന്നോട്ട് പോവാം. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർത്തിരിക്കും. ഇതിന് നമുക്കിപ്പോ ഇതിനിപ്പോ ആധുനികമായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമുക്കിതിനെ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ തന്നെ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ വരാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കിയാൽ കുറച്ചും കൂടി ഇപ്പൊ നേരിട്ടുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്ന അവിടെ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യും. നമുക്കിപ്പോ ഇതുപോലെ നെറ്റ് എടുത്ത് നോക്കിയാൽ കമ്പ്യൂട്ടറിന്റെ ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇത് പഠിച്ച വ്യക്തികൾക്കാണ് ഇത് മാർക്കറ്റിംഗ് സമ്പ്രദായത്തിൽ അറിയായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തികളുണ്ട്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പ്രോഗ്രസ് ആണ്. പക്ഷെ നമ്മളിതിപ്പോ ഏറ്റവും കൂടുതൽ ബിസിനസ് അല്ല, ബിസിനസ് ആയിട്ടല്ല കാണുന്നല്ലേ? ബിസിനസ് ആയിട്ട് കാണുന്നവർക്ക് ലക്ഷങ്ങളുള്ള ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ട് നല്ല ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ബിസിനസ് അല്ലാതെ ഒരു ഈശ്വരീയ ചിന്തയിലാണ് ആ ആൾക്ക് ഉയർത്തുണ്ടാവില്ല. പക്ഷെ ആള് ഒരു യാത്രക്കാരും സന്തോഷം, എല്ലാ സമയത്തും സന്തോഷമായിരിക്കും. അതല്ല, അങ്ങനെയല്ലേ ഏറ്റവും വേണ്ടത്. നമുക്ക് സമ്പത്തിനേക്കാൾ വലുതാണ് എപ്പോഴും സന്തോഷം. ചേട്ടൻ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് ഇതിപ്പോ ഈ മേഖല മൊത്തം അസംഘടിത മേഖലയാണ്, സംഘടിച്ചിട്ടില്ല. കാരണം ഒരു എന്തെങ്കിലും ആപത്ത് വന്നാല് എപ്പോഴും ആപത്ത് വരുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആപത്ത് വരുന്ന പണിക്ക് ഒരു ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു തലത്തിലുള്ള ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റുള്ള തലത്തിൽ നിന്നോ ഒരു ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. ഒരു വ്യക്തി പണി പഠിക്കാൻ വന്നതിന് ഒരു 20 വയസ്സ് കണക്ക് കൂട്ടാം. സാധാരണ 20 വയസ്സിന് പണി പഠിക്കാൻ വന്നു. ആ പണി പഠിച്ചതാകുമ്പോ ഒരു 23-22 വയസ്സാവും വിചാരിക്കും. പണി വേണ്ട ഒരു പണി പഠിച്ചത്. ഈ പണി പഠിച്ച് ഒരാള് 30-35 വർഷം വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ നിത്യരോഗിയാണ്. പൊടി അടിച്ചിട്ട്. അപ്പൊ അത് ശരിയാണ്. ഇപ്പൊ ഇവിടെ ഒരു വന്നപ്പോ എനിക്ക് ചെറുതായിട്ടുള്ള അലർജിക്ക് ഒരു ജീവിതശൈലി രോഗങ്ങളൊക്കെ വരും. അപ്പൊ ഗവൺമെന്റിനോ മറ്റുള്ള ബാക്കി ഒരു എല്ലാ മേഖലകളിലും സൗജന്യമായിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള ട്രാഫിക് ഉണ്ട്. പക്ഷെ ഈ മേഖലയിൽ ഇല്ല. ഈ മേഖലയില്ല അല്ലേ? കാർപ്പൻറ്റേഴ്സ് ഇല്ല. അതായത് ഈ വിശ്വകർമ്മ വിഭാഗത്തെ വെച്ച് കഴിഞ്ഞാൽ
നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എല്ലാവരും വിശ്വകർമ്മ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ. നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എല്ലാവരും വിശ്വകർമ്മ. അതായത് കെട്ടിടം ഉണ്ടാക്കാനായാലും ശരി, മഴ ഉണ്ടാക്കാനായാലും ശരി, മാല ഉണ്ടാക്കാനായാലും ശരി, അതേപോലെ തന്നെ കല്ലുകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതായാലും ശരി, എന്തുണ്ടാക്കുന്നത് അപ്പും വിശ്വകർമ്മയാണ്. അല്ലാണ്ട് കർമ്മം കൊണ്ടാണ് വിശ്വകർമ്മ എന്നുള്ള രീതി തന്നെ, അല്ലാണ്ട് ആ കുലത്തിൽ ജനിച്ചുകൊണ്ടാവണമെന്നില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരില് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സഹായം, ഇവർക്ക് ആനുകൂല്യങ്ങളും അതുപോലെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത് ഇവർക്കൊരു ഉപകാരമാവും. അത് കാണുന്ന പ്രേക്ഷകരും അതുപോലെ ഗവൺമെന്റ് അതോറിറ്റികളും അതിന് ശ്രമിക്കണമെന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട് ഇതില്. അപ്പൊ ചേട്ടാ ഇത്രയും വിവരങ്ങളൊക്കെ തന്നതിന് താങ്ക് യു. ഇത് നമ്മുടെ സ്വപ്നാസ് വ്ലോഗ് ടൈം എന്ന ചാനലും കൂടെ ചേട്ടൻ നമ്മുടെ വീഡിയോ കൊണ്ട് ചേട്ടനും അതുപോലെ ഇവിടെയുള്ള തൊഴിലാളികൾക്കും എന്തെങ്കിലും നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കും. നമസ്കാരം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.